Hello everyone, good morning. Welcome to the class. Hope you guys are fine and safe. So let's continue with Aristotle's Poetics and his observations on comedy. We had seen his elaborate explanation and his analysis on tragedy in the last few classes. എന്താണ് ട്രാജഡി എന്ന് നമ്മൾ ആദ്യം കണ്ടു. അതിനു മുന്നേ പോയട്രി എന്താണെന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ട്രാജഡിയുടെ ഡെഫിനേഷനിലൂടെ കടന്നുപോയി, ട്രാജഡിയുടെ ഓരോ എലമെൻറ്റ്സിലൂടെ നമ്മൾ കടന്നുപോയി. ദ 6 കോൺസ്റ്റൻറ്റ് പാർട്സ്, ദ 3 യൂണിറ്റീസ്, ദ സ്ട്രക്ചർ ഓഫ് എ പ്ലോട്ട്, ഹൗ ഷുഡ് ബി ദ tragic hero part and all that. And here we have his observations on comedy. As we mentioned earlier, poetics എന്ന് പറയുന്ന ആ ഒരു സെമിനൽ വർക്കിൽ കോമഡിയെക്കുറിച്ചിട്ട് ഒരുപാടൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ടുള്ളത്. സോ കോമഡിയുടെയും ട്രാജഡിയുടെയും ഒറിജിനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് വിചാരിക്കുന്നു. വി മെൻഷൻഡ് അബൌട്ട് ദ ഒറിജിൻ ഓഫ് കോമഡി ഫ്രം സറ്റയർ പിന്നെ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്തിൽ നിന്നാണെന്നും പറഞ്ഞു. ഫ്രം ദ ഫാലസ് സോങ് സാങ് ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ ഓഫ് ഗോഡ് ഡൈനീഷ്യസ്, സ്യൂസ് ദേവൻ്റെ തന്നെ പുത്രനായിട്ടുള്ള the Greek god of wine, Greek god of literature, Greek god of art, fertility, pleasure and everything. അദ്ദേഹത്തിൻ്റെ ഫെസ്റ്റിവൽ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽസ് ടൈമിൽ പാടുന്ന പ്ലഷർ ഗിവിങ് സോങ്സ് ഓർ ഫാലസ് സോങ്സിൽ നിന്നാണ് പിന്നീട് സറ്റയേഴ്സ് ഉണ്ടായിട്ടുള്ളത്. സറ്റയറുകളിൽ നിന്നാണ് കോമഡി എന്ന് പറയുന്ന പെർഫോമിംഗ് ആർട്ട് വന്നിട്ടുള്ളത്. ആൻഡ് വി ഹാഡ് സീൻ the same during the festival of Dionysius, dithyrambs, or they had sung different songs which represent hymns as well as panegyrics. ഈ പറയുന്ന ഡൈനീഷ്യസ് ദേവൻ്റെ ഫെസ്റ്റിവൽ ഡേയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഹിംസും പാനജറിക്സും ആളുകൾ പാടിയിരുന്നു. ആൻഡ് ഫ്രം ദർ എപ്പിക് എമേർജ്ഡ് ആൻഡ് ഫ്രം എപ്പിക് ട്രാജഡി എമേർജ്ഡ്. ട്രാജഡി അഗെയിൻ എ പെർഫോമിംഗ് ഫോം. അപ്പോൾ രണ്ടിൻ്റെയും ഒറിജിൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയോ കുറേ സിമിലാരിറ്റീസ് കാണാൻ പറ്റും. രണ്ടും ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ആ ഒരു ദേവൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള കലാരൂപങ്ങളാണ്. ആദ്യം അത് സാഹിത്യകൃതികളായിരുന്നു, എപ്പിക് പോയട്രി ആസ് വെൽ ആസ് സറ്റയേഴ്സ്, ആൻഡ് ദോസ് വർ conveyed to or passed on to the next generation as oral poetry. Even Iliad and all that, it was passed on to the next generation through oral poetry and all that. And from there came the tragedy and comedy. പെർഫോമിംഗ് ലെവലിലേക്ക് അത് സ്റ്റേജ് ചെയ്യുമ്പോഴത്തേക്കും അത് ട്രാജഡി ആയിട്ടും കോമഡി ആയിട്ടൊക്കെ മാറുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ ട്രാജഡിയും കോമഡിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെ ബേസ് ചെയ്തിട്ടിരിക്കും. വി ഹാഡ് സീൻ ഇൻ ദ 6 കോൺസ്റ്റൻറ്റ് പാർട്സ് സർട്ടൻ ഒബ്ജക്ട്സ്: plot, character and thought. These 3 are the objects of tragedy. Plot, character and thought, which are the objects it imitates or represents എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ലാസ്റ്റ് ക്ലാസ്സസിൽ. സോ ഇതിൽ ക്യാരക്ടർ നമ്മൾ നോക്കുമ്പോൾ വി ക്യാൻ സീ persons as they are, persons nobler than they are, and persons meaner than they are. ഈ 3 കാറ്റഗറി ഓഫ് പേഴ്സൺസിനെയാണ്, ആളുകളെയാണ്, ഒബ്ജക്ട്സിനെയാണ് ഡീൽ ചെയ്യേണ്ടത്. നോബ്ലർ ദാൻ ദേ ആർ, meaner than they are, and exactly what actually they are എന്നുള്ളത്. ഇതിൽ നമുക്കറിയാം ആ ഒരു കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഹിസ്റ്റോറിയൻസും ജീവിച്ചിരുന്ന കാലഘട്ടമാണ്. സോ മനുഷ്യരെങ്ങനെയാണ് എക്സാക്ട്ലി എന്നുള്ളത് എന്തിലൂടെ കാണിക്കാനായിട്ട് സാധിക്കും? ഹിസ്റ്ററിയിലൂടെ കാണിക്കാനായിട്ട് സാധിക്കും. മനുഷ്യരെ അവരായിരിക്കുന്നതിനേക്കാട്ടിലും ബെറ്ററായിട്ട്, ബെസ്റ്റായിട്ട് കാണിക്കാനായിട്ടുള്ളൊരു മാർഗവും വേണം. അവരായിരിക്കുന്നതിനേക്കാട്ടിലും വേഴ്സ്റ്റായിട്ട് കാണിക്കാനായിട്ടും ഒരു അവസ്ഥ വേണം. സോ ഉള്ളതിനേക്കാട്ടിലും ബെസ്റ്റായിട്ടുള്ള മെന്നിനെ കാണിക്കാനായിട്ടാണ് നമുക്ക് ട്രാജഡി ഉള്ളത്, അല്ലേ? ട്രാജഡിയുടെ ഡെഫിനേഷൻ അല്ലെങ്കിൽ ട്രാജഡിയുടെ എക്സ്പ്ലനേഷനിൽ നമ്മൾ കാണുന്നുണ്ട് ആക്ഷൻ ഓഫ് നോബ്ലർ മെൻ. ഉദാത്തമായിട്ടുള്ള, ഉത്തമന്മാരായിട്ടുള്ള മനുഷ്യന്മാരാണ് അതിലെ കഥാപാത്രങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ബെസ്റ്റ് മെൻ. Or in Aristotle's version, he shouldn't be too good, he shouldn't be too bad, but he should be a good man with some frailty within him, a kind of weakness in him, a sort of error which would lead him for the disaster or for his own tragedy. അപ്പോൾ നല്ല മനുഷ്യനായിരിക്കണം, നോബിളായിട്ടുള്ള മനുഷ്യനായിരിക്കണം. നോബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം കുറച്ചും കൂടെ കിങ്സ് ആൻഡ് അതുപോലെ വളരെ ഗോഡ്സ്,
ഏറ്റവും വലിയ ഉന്നത പദവിയിലിരിക്കുന്ന ആൾക്കാരെയാണ് കൂടുതലായിട്ടും ക്യാരക്ടേഴ്സായിട്ട് എടുത്തിട്ടുള്ളത്. കാരണം ഇതിനെ ആർത്തർ മില്ലർ ഡെത്ത് ഓഫ് എ സെയിൽസ്മാനൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇനി വരാൻ പോകുന്ന സെമിസ്റ്ററിൽ. അവിടെ ആർത്തർ മില്ലറിൻ്റെ പഠനങ്ങളുണ്ട്. ഹി സേസ് ദാറ്റ് അതിൽ ഡെത്ത് ഓഫ് എ സെയിൽസ്മാനിൽ ആ ക്യാരക്ടർ വില്ലി ലോമാൻ എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ട്രാജഡി അതുപോലെ തന്നെ മനുഷ്യരിൽ ഈ പറയുന്ന പിറ്റിയും ഫിയറും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കഥാസിസ് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കഥാപാത്രം തന്നെയാണ്. കിങ് തന്നെ ആവണമെന്നൊന്നുമില്ല ഒരു ഈ പറയുന്ന ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഹി വാസ് എ സിമ്പിൾ കോമൺ മാൻ. വില്ലി ലോമാൻ വാസ് എ കോമൺ മാൻ ഓർ എ മാൻ വിത്തൗട്ട് എനിത്തിങ്. ഒന്നുമില്ലാത്തൊരു മനുഷ്യനായിരുന്നു, സമ്പാദ്യമൊന്നുമില്ലാത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. Whereas we can see Oedipus as the king of Thebes. പക്ഷേ എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് മറ്റു ചിലർ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീഴ്ചയുടെ ആഴം കൂടുന്നത് എപ്പോഴും ഉയരങ്ങളിലേക്ക് പോകുമ്പോഴാണ്. അയാളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ചെറിയൊരു പതനം സംഭവിക്കുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ നിന്ന് തന്നെ ചെറിയൊരു പതനം സംഭവിക്കുമ്പോൾ പിന്നെയും അയാൾക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നവരുണ്ട്. അതിനെയും എതിർക്കുന്ന വാദങ്ങളുണ്ട്. എനിവേ, കുറച്ചും കൂടെ ഉയരത്തിൽ നിന്ന് വീഴുമ്പോഴാണ് ആ ഒരു വല്ലാത്തൊരു ഷോക്കിംഗ് ആൻഡ് ദിസ് കഥാസിസ് ഇഫക്റ്റ് ക്യാൻ ബി പെർഫെക്റ്റ്ലി ഇഫക്റ്റീവ്ലി ഇവോക്ഡ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ വ്യൂവേഴ്സ് എന്നൊരു സ്പെക്ടേറ്റേഴ്സ് എന്നൊരു വാദവുമുണ്ട്. അപ്പോൾ അത്രയും നോബിളായിട്ടിരിക്കുന്ന ഒരു കിങ്, അങ്ങനെയുള്ളൊരു നല്ല മനുഷ്യൻ, അത്രയും പ്രൗഡിലിരുന്ന ഒരാൾക്ക് എല്ലാം നഷ്ടപ്പെടുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും എന്നാണ് സ്കോളേഴ്സ് പറയുന്നത്. സോ ദാറ്റ്സ് വൈ വി ക്യാൻ സീ പീപ്പിൾ ഹു ആർ നോബ്ലർ ദാൻ ദേ ആർ. It is represented through tragedy, and people who are meaner than they are, ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അതിനേക്കാളും മോശപ്പെട്ട രീതിയിൽ ഉള്ള ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിലൂടെയായിരുന്നു? കോമഡിയിലൂടെ ആയിരുന്നു. സോ കോമഡി റെപ്രസെൻറ്റഡ് meaner men or men of meaner sorts doing some kind of mischiefs or malicious ആയിട്ടുള്ള, അതേസമയം തന്നെ അത്രയ്ക്കധികം ഹാംഫുള്ളും അല്ല. ഫോർ എക്സാമ്പിൾ ഒരു കുശുംബി കഥാപാത്രമാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം എന്ന് പറഞ്ഞൊരു മൂവി എടുക്കുകയാണെങ്കിൽ ഒത്തിരി നമുക്കറിയാം അതിൽ കുശുംബികളായിട്ടുള്ള പൊങ്ങച്ചം കാണിക്കുന്ന, എന്നാൽ അതേസമയം തന്നെ നാട്ടുമ്പുറത്തിൻ്റെ നന്മകൾ ഉൾക്കൊള്ളുന്ന മനസ്സുകൊണ്ട് നിഷ്കളങ്കരായിട്ടുള്ള 3 ഡോട്ടർ ഇൻ ലോസ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അത് കുറച്ചൊക്കെ ഈ പറയുന്ന പോലെ തന്നെയുള്ള മീനറായിട്ടുള്ള തോട്ട്സ് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഹാംഫുൾ അല്ല. കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ചിന്തിപ്പിക്കുന്ന, അങ്ങനെ ആകരുത് എന്ന് പഠിപ്പിക്കുന്ന തരത്തിലേക്കാണ് ആ കഥാപാത്രങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുന്നത്. ആൻഡ് ദെയർ ആക്ഷൻസ് ആർ നോട്ട് ഹാംഫുൾ. എനിവേ, നമുക്കതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ട്രാജഡിയും കോമഡിയുടെയും ഒറിജിൻ നമ്മൾ പരിശോധിക്കുമ്പോൾ, ട്രാജഡി കെയിം ഫ്രം എപ്പിക് ആൻഡ് കോമഡി കെയിം ഫ്രം സറ്റയർ. ആൻഡ് ട്രാജഡി ഇമിറ്റേറ്റഡ് men of nobler sorts and comedy imitated men of meaner sorts. So that's the first point to be remembered. It has already been stated that in poetics, as it has come down to us, not much has been said on comedy. It has been seen to that the roots of comedy lie deep in satirical verse as those of tragedy in epic poetry, as we already mentioned, and we can see that its origin to the earlier phallic songs, that is satire roots നമ്മൾ പിന്നെ നോക്കി പോവുകയാണെങ്കിൽ അത് കാണാൻ സാധിക്കുന്നത് ഡൈനേഷ്യസ് ദേവൻ്റെ ആ ഒരു ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് വർഷിപ്പിൻ്റെ ഭാഗമായിട്ട് they had Dionysius is a man of pleasure, man of wealth, man of wine, man of arts and all that. സോ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താനായിട്ട് പാടിയിരുന്ന ഫാലസ് സോങ്സിൽ നിന്നാണ് സെറ്റേഴ്സ് വന്നിട്ടുള്ളതെന്ന് കാണാനായിട്ട് സാധിക്കും. സോ that is its parent form. And we can see tragedy following its parent form, epic poetry and hymns represents men as nobler than they are. So comedy also following its parent form, satirical verse, and the phallic songs represents men as worse than they are. കുശുംബനായിട്ടുള്ള, പിശുക്കനായിട്ടുള്ള, അധികം ബോധമൊന്നുമില്ലാത്തൊരു മനുഷ്യൻ, പൊട്ടത്തരമൊക്കെ വിളിച്ചു പറയുന്ന ഒരാൾ, അതേസമയം തന്നെ ബുദ്ധിമാനാണെന്ന് ചിന്തിക്കുന്ന ഒരാൾ, പൊങ്ങച്ചക്കാരൻ, ഇതൊക്കെ വേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില എലമെൻസിനെ കാണിക്കുന്ന കഥാപാത്രങ്ങളാണ്. ഇതൊക്കെയാണ് നമുക്ക് കോമഡിയിൽ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. സോ ഇറ്റ് ബേസിക്കലി റെപ്രസെൻറ്റഡ് certain human follies, human mistakes, the common mistakes, the simple, though not much harmful, not much contemptuous അല്ലാത്ത ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ മനുഷ്യൻ്റെ കാണിക്കുന്നതാണ് കോമഡി എന്ന് പറയുന്നത്. ഇനി കോമഡിയും സറ്റയറും തമ്മിൽ ചെറിയ ഒരു വ്യത്യാസമുണ്ട്.
While the satire it ridicules personalities. Satire എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ആക്ഷേപഹാസ്യം എന്ന് പറയുമ്പോൾ അതിൽ ചില ആൾക്കാരെയാണ് കുറ്റപ്പെടുത്തുന്നതെങ്കിൽ കോമഡിയിൽ കുറ്റം പറയുന്നത് ആൾക്കാരെയല്ല, കോമൺ ആയിട്ടുള്ള വൈസസ് ആണ്. കോമൺ ആയിട്ട് എല്ലാവരും ആ സാഹചര്യത്തിൽ ചെയ്യാൻ സാധ്യതയുള്ള ചില മിസ്റ്റേക്സ് ആണ് കോമഡിയിൽ കാണിക്കുന്നത്. സറ്റയർ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു പിൻ പോയിൻറ്റിങ് ആയി മാറി, വൺ പെർട്ടിക്കുലർ പേഴ്സണെ വിമർശിക്കുന്നതായിട്ട് മാറി സറ്റയർ. കോമഡി എന്ന് പറയുമ്പോൾ ജനറൽ വൈസസിനെയാണ് വിമർശിക്കുന്നത്, ജനറൽ ആയിട്ടുള്ള ഹ്യൂമൻ ഫോളീസിനെയാണ് എടുത്തു പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കോമഡി it is just like representing the sin, whereas satire represents the sinner. The former one represents the sinner. സിന്നറിനെയാണ് അവിടെ പറയുന്നതെങ്കിൽ, കുറ്റക്കാരനെയാണ് അവിടെ, തെറ്റുകാരനെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ കോമഡി ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റിനെയാണ്, സാധാരണ മനുഷ്യൻ വരുത്തുന്ന അത്തരം ചെറിയ ചെറിയ കുശുമ്പും അസൂയയും അത്തരം തല്ലുകൊളിത്തരങ്ങളൊക്കെയാണ് കോമഡിയിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. By characters worse than the average, Aristotle does not mean men who are wicked or vicious, but merely men who have some defect or ugliness which is not painful or destructive. As I already mentioned from the movie Sri Krishna Vrtha Nakshatratilakam എന്ന് പറയുന്ന ആ ഒരു മൂവിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കിലുക്കം എന്ന് പറയുന്ന സിനിമയിലാണെങ്കിൽ നിശ്ചൽ എന്ന് പറയുന്ന കഥാപാത്രം, he is very greedy basically. He wanted to make money. He is helping his friend just because he wanted to get more money because of that girl. സോ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്. അതേസമയം തല്ല് മുഴുവൻ കൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡയലോഗുണ്ട്. ജഗദീഷ് ശ്രീകുമാർ അനശ്വരമാക്കിയുള്ളൊരു കഥാപാത്രമാണത്. ഹി സേസ് ദാറ്റ് നിനക്ക് വേണ്ടി പൈസ ചിലവാക്കിയത് ഞാൻ, നിനക്ക് വേണ്ടി അവൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തത് ഞാൻ, എല്ലാം ചെയ്ത് ഞാൻ, അവസാനം നിനക്ക് വേണ്ടിയിട്ട് അവൾക്ക് വേണ്ടിയിട്ട് തല്ല് കൊണ്ടതും ഞാൻ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ആ ഒരു ഗ്രീഡി ആയിട്ടുള്ള നേച്ചറാണ്. അത് കാണുന്ന ആളുകൾക്ക് ഒരിക്കലും ലാഫ്റ്ററിനപ്പുറത്തേക്ക് ഒരു ഹാംഫുള്ളായിട്ട് ആ കഥാപാത്രം മാറുന്നില്ല. അതേസമയം നമ്മൾ മെക്ബത്തിലേക്ക് വരുമ്പോഴത്തേക്കും മെക്ബത്തിൻ്റെ ഗ്രീഡ് എന്ന് പറയുന്നത് ചെന്നെത്തിക്കുന്ന തലം വേറെയാണ്. ദാറ്റ് ഈസ് the play had entirely taken into a next phase. It was a tragedy, whereas we can see the same greedy nature of this character Nishal. It had evoked laughter in the audience. അപ്പോൾ ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ പട്ടാഭിഷേകത്തിലും അതേ സെയിം കഥാപാത്രം ചെയ്തിട്ടുള്ള ജഗതി സ്വയം സ്ഥാനാരോഹണം ചെയ്യണം, അല്ലെങ്കിൽ പട്ടാഭിഷേകം എന്നുള്ള ആ വെരി വേർഡ് കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്ന ഒരാളാണതിൽ ആ കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ സ്ഥാനമാനങ്ങൾ തന്നെയാണ് മെക്ബത്ത് ആഗ്രഹിച്ചതെങ്കിൽ പോലും അവിടെ അത് കുറച്ചും കൂടെ ഹാംഫുള്ളാണ്. because of the plot, because of the characterization and all that. He's a noble man and his greed led him into an utter disappointing tragedy, whereas we can see this man who has got certain ugliness in his character, or he is of below average, which doesn't create a sort of harmful effect in the spectator. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ അതൊരിക്കലും ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യില്ല എന്നാണ് അരിസ്റ്റോട്ടലിൻ്റെ ആർഗ്യുമെൻറ്റ്. What they do is defective or ugly too, provoking laughter but leads to no harm or pain either to themselves or to others. അപ്പോൾ ടോം ആൻഡ് ജെറിയിലെ പോലെയാണല്ലോ അതിൽ നിശ്ചൽ എന്നുള്ള കഥാപാത്രം എന്ന് പറയുന്നത്, എത്ര അടി കിട്ടിയാലും പിന്നെയും വരും എന്ന് പറയുന്നത് പോലെ തന്നെ ടോം ആൻഡ് ജെറി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി തവണ ടോമിന് പ്രശ്നങ്ങളൊക്കെ ഏൽക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ടോം അടുത്ത പ്ലാനുമായിട്ട് വരും ജെറിയെ ട്രാപ്പ് ചെയ്യാനായിട്ട്. It evoked laughter as well as there is not much harm happening to him as well as to the spectators. We are enjoying it and we think about the pathetic plight of Tom, how we feel pity on him. അല്ലേ, എത്രയൊക്കെ ട്രൈ ചെയ്താലും പിന്നെയും ചെറിയ പിടിക്കണം എന്നുള്ളൊരു ലക്ഷ്യമായിട്ടാണ് ആൾ വരുന്നത്. കോമഡീസ് ഓർ ചാർലി ചാപ്ലിൻസ് കോമഡി.
ചാർലി ചാപ്ലിൻ്റെ കോമഡി നമുക്കറിയാം, സ്ലാപ്സ്റ്റിക് കോമഡീസാണ് അദ്ദേഹം കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു സൈലൻ്റ് ഇറയുടെ കാലഘട്ടത്തിലൊക്കെ. ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പോൾ വീട് ഇടിഞ്ഞുകൊഴിഞ്ഞ് വീണാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്ന് ആ സ്റ്റിക്കും പിടിച്ചിട്ട് ആ ട്രാമ്പ് വാക്ക്, ഹി വിൽ ഹാവ് ദാറ്റ് ട്രാമ്പ് വാക്ക് വിച്ച് വിൽ evoke again laughter in the audience. But leads to no harm nor pain either to themselves or to others. Nor they are despicable, nor they will evoke hatred or contempt. വെറുപ്പുണ്ടാക്കില്ല. For no one whom we hate can put us into good humor. They are merely ludicrous. Ludicrous means foolish. Just they are foolish. കുറച്ച് മണ്ടത്തരങ്ങൾ കയ്യിലുള്ളത് കൊണ്ടാണ്. And no more the ludicrous being merely a subdivision of the ugly. മണ്ടത്തരം എന്ന് പറയുന്നത് വേഴ്സിൻ്റെ വേറൊരു ഫോമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മീനർ സോർട്ടിൻ്റെ വേറൊരു ഫോമായിട്ടാണ് മണ്ടത്തരത്തെയും കൺസിഡർ ചെയ്യുന്നത്. അതൊരു ഹാംഫുൾ ഇഫക്റ്റായിട്ടൊരിക്കലും പറയാൻ പറ്റത്തില്ല. By excluding personal attacks that form the subject matter of the satire and the possibility of pain to the comic character, we laugh at from the scope of comedy and including only general follies among its objects. Aristotle, disagreeing again with Plato, rules out malicious pleasure as the basis of comedy. To which laughter is dangerous എന്ന് പ്ലേറ്റോ ഇതിന് മുന്നേ നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്ലേറ്റോ പറയുന്നതായിട്ട് നമ്മൾ മുന്നേ കണ്ടു കഴിഞ്ഞു. കോമഡിയുടെ ആ ഒരു പോയിൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. കോമഡി ചെയ്യുന്ന ആ ഒരു പേഴ്സൺ ഹീ ഷുഡ് ബി എ ലവബിൾ മാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ടു മച്ച് ഓഫ് ലാഫ്റ്റർ വിൽ ക്രിയേറ്റ് എ കൈൻഡ് ഓഫ് ഇൻഡിസിപ്ലിൻ സൊസൈറ്റി എന്നൊക്കെ അദ്ദേഹം അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അരിസ്റ്റോട്ടിൽ അഗെയിൻ ഹി ഡിസഗ്രീസ് വിത്ത് ഹിസ് ട്യൂട്ടർ പ്ലേറ്റോ ബൈ സെയിങ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഹാംഫുൾ ഫോർ ദ വ്യൂവേഴ്സ്, ഹാംഫുൾ ഫോർ ദ സ്പെക്ടേറ്റേഴ്സ്. ഇറ്റ് ക്രിയേറ്റ്സ് എ സോർട്ട് ഓഫ് ലാഫ്റ്റർ. ചിരിപ്പിക്കാൻ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ, ഒപ്പം ചിന്തിപ്പിക്കാനും. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തൊക്കെ മണ്ടത്തരങ്ങൾ, ഇന്ന മണ്ടത്തരങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ ഇന്ന തലത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളത്. ഇപ്പോൾ just consider the three daughter-in-laws in that particular film. They are just trying to be boastful. അവരുള്ള ഒരു സാഹചര്യം, അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ, ആ ഒരു ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ ഒപ്പം എത്താനായിട്ട് അവരെക്കാട്ടിലും ഒട്ടും മോശമല്ല തങ്ങളെന്ന് കാണിക്കാനായിട്ട് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കുറേ മണ്ടത്തരങ്ങൾ അവരെ കൊണ്ട് എത്തിക്കുന്നത് വളരെ വലിയൊരു കുരുക്കിലാണ്. പക്ഷെ ആ കുരുക്കിൽ നിന്നൊക്കെ അവരഴിഞ്ഞ് അവസാനം ഫ്രീ ആയിട്ട് വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരിക്കലും ഹാംഫുള്ളായിട്ട് മാറുന്നില്ല. ബട്ട് അതേസമയം തിങ്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോവേർബ്സ് അതിലെ ആ ഒരു മുൻഷി പരമേശ്വരൻ പിള്ള എന്ന് പറഞ്ഞ കഥാപാത്രം പറയുന്നുണ്ട്. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ, അതിനനുസരിച്ച് മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തലം മറന്നെണ്ണ തേക്കരുതെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രോവേർബ്സ് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലുള്ള മോറൽ ലെസൺസ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം കോമഡീസ് ഉള്ളത്. അല്ലാതെ അതൊരിക്കലും ഹാംഫുൾ അല്ല എന്നും പറഞ്ഞു വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. ആൻഡ് ഹി സേസ് ദാറ്റ് സറ്റയറിൽ നമ്മൾ സബ്ജക്റ്റ് മാറ്ററിനെ പെർട്ടിക്കുലർലി ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, കോമഡിയിൽ ജനറൽ ഫോളീസ് ആണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. For when pleasure arises not from a personal but a general foible means a minor weakness, and causes no pain whatsoever either to the victim or to the spectator, there can be no malice in it. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊരു ഒരു മോറൽ ലെസൺ അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിശുക്കനായ ഫാമിലിയിൽ എന്തൊക്കെ സംഭവിക്കും, ഇങ്ങനെ ദൂർത്തടിച്ചാൽ എന്തൊക്കെ സംഭവിക്കും, ഇങ്ങനെ കൊച്ചു കുശുമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തിൽ ചെന്ന് അവസാനിക്കും, ഇങ്ങനെ ഗ്രീഡി ആയിട്ടുണ്ടെങ്കിൽ അത് വരുത്തി വയ്ക്കുന്ന വിനകൾ എന്തൊക്കെ എന്നിങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള വൈസസ് മീൻസ് ഈവിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറവുകൾ, മനുഷ്യൻ്റെ ഫോയബിൾസ്, അവൻ്റെ ഫോളീസ്, മിസ്റ്റേക്സ്, അതിനെ എടുത്ത് കാണിക്കുമ്പോഴത്തേക്ക് അത് ശരിക്കും പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുകയാണ് മാറുന്നത്, ഹാംഫുൾ ആവുകയല്ല എന്ന് അരിസ്റ്റോട്ടിൽ ഇവിടെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദർ ഇസ് നോ മലിസ് ഇൻ ഇറ്റ്, നോ harmful effect in it. Finally, comedy shares the generalizing power of poetry. It equally represents not what has happened but what may happen. As we all know that Aristotle always elevates what he is trying to speak. Tragedy elevate ചെയ്യുന്നുണ്ട്. നേരത്തെ അതിനു മുന്നേ പോയട്രി അദ്ദേഹം ഫിലോസഫിയുടെ ഒപ്പം എലിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് കാണാം അല്ലേ. പോയട്രി ഡീൽ ചെയ്യുന്നത് പ്രൊഫൗണ്ട് ആയിട്ടുള്ള ട്രൂത്ത് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഫിലോസഫി ഓൾസോ സ്പീക്സ് അബൌട്ട് സച്ച് ട്രൂത്ത്. So poetry is it's equal to philosophy എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. Tragedy again he says that it will evoke the feeling of pity and fear thereby creating catharsis effect. So tragedy is superior than epic എന്ന് പറയുന്നുണ്ട്. ഇവിടെ അദ്ദേഹം കോമഡിയെ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? കോമഡി ഷോസ് വാട്ട് മേ ഹാപ്പൻ. ഇത് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. ഇവിടെ പോയട്രിയുടെ ആ ഒരു തലം ഡിസ്കസ് ചെയ്തപ്പോൾ we had seen that poetry speaks about what may happen, whereas history speaks about what had happened or what has happened. പാസ്റ്റിനെ കുറിച്ചാണ് ഹിസ്റ്ററി പറയുന്നതെങ്കിൽ വരാൻ പോകുന്നതിനെ കുറിച്ചിട്ടാണ്
കവികൾ പറയുന്നത്. കവികൾ ക്രാന്തദർശികളാണെന്നൊക്കെ പറയുന്നത് പോലെ എന്ത് സംഭവിക്കും എന്നുള്ളത് പറയുന്ന പ്രൊഫറ്റ്സ് ആണ്, ഫോസിയേഴ്സ് ആണ് അവരെന്ന് പറയുന്നത്, പോയറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോമഡിയും ആ ഒരു പോയട്രിയുടെ ലെവലിലേക്ക് ഉയരും. കാരണം എന്താണ്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന വിനകൾ എന്തൊക്കെ എന്ന് എന്തിലൂടെ പറയുന്നുണ്ട്, കോമഡിയിലൂടെ പറയുന്നുണ്ട്. സോ കോമഡി വിൽ സ്പീക്സ് അബൌട്ട്, ഓർ കോമഡി ഈസ് സ്പീക്കിംഗ് അബൌട്ട് വാട്ട് മേ ഹാപ്പൻ. സോ ഹി സേസ് ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു പോയട്രി. It is an elevated art form, not just like his tutor mentioned, it is harmful. No, not at all like that. It is an elevated art form, comedy, because comedy speaks about what may happen, what is probable in a given set of circumstances. നോക്കൂ, അങ്ങനെ ഒരു സർക്കംസ്റ്റൻസിൽ ഇങ്ങനെയൊക്കെ മണ്ടത്തരങ്ങൾ ചെയ്യുവാണെങ്കിൽ അതിന് അവസാനം എന്താവും സംഭവിക്കുന്നുണ്ടായിരിക്കുക എന്നുള്ളത് കാട്ടിത്തരുകയാണ് ചെയ്യുന്നത്. With the characters and conditions such as it chooses, the result it says is likely to be what it states. ഒത്തിരി ചിരിച്ചിട്ടുള്ള മറ്റൊരു മൂവി ഒന്ന് സൈറ്റ് ചെയ്തോട്ടെ. പറക്കം തളിക എന്ന് പറയുന്നൊരു ഫിലിമുണ്ട് മലയാളത്തിൽ. ഒരു കാസിമിൻ്റെ ചെരുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാഠഭാഗം വായിച്ചു തോർക്കുന്നു. എല്ലായിടത്ത് ചെന്നാലും ആളുകൾക്ക് പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു ചെരുപ്പിൻ്റെ ഒരു കഥയാണത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ പറക്കം തളിക എന്ന് പറഞ്ഞ ഒരു മൂവിയിൽ ആ ഒരു ബസ്. അവിടെ അത് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഹാംഫുൾ. ആ ബസ്സിലൂടെ തന്നെയാണ് അയാളുടെ ലൈഫിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നത്. പക്ഷേ ആ ബസ് പോകുന്ന സ്ഥലത്തൊക്കെ അത് ക്രിയേറ്റ് ചെയ്യുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അതിൽ വേറൊരു കഥാപാത്രമുണ്ട്, സുന്ദര എന്ന് വിളിക്കുന്ന ഒരു കഥാപാത്രം, ഹരിശ്രീ അശോകൻ്റെ. ആ ഒരു മൂവിയുടെ കോമിക് എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത ഭാഗത്ത് പറയുന്നത് തന്നെയാണ്, കുറേ സെറ്റ് ഓഫ് സർക്കംസ്റ്റൻസസും ഈ പറയുന്ന കോമിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഇവോക്ക് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇദ്ദേഹത്തിന് സഹായം നിൽക്കുന്ന ആളുടെ പേര് സുന്ദര എന്നാണ്. അപ്പോൾ ആ ഒരു കൊച്ചിനിഫയുടെ കഥാപാത്രം ഈ ട്രാഫിക് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഈ ബസ് പിടിച്ചിടുന്ന സമയത്ത് ഹീസ് കോളിങ് ഔട്ട് ഹിസ് അസിസ്റ്റൻസ് നെയിം സുന്ദര, ആൻഡ് ദ പോലീസ് ഓഫീസർ ഹി സേസ് ദാറ്റ് നീ എന്നെ സോപ്പിടുവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇല്ല, സുന്ദര എന്നുള്ളതിൻ്റെ ഫ്രണ്ടിൻ്റെ പേരാന്ന് പറയുന്നുണ്ട്. വരുമ്പോഴത്തേക്കും ഒരു അടി കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇവനെയാണോ നീ സുന്ദര എന്ന് വിളിച്ചത്, പേര് ആൾ ജനിക്കുന്നതിന് മുന്നേ ആണോ പേരിട്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. whatever, keeping apart the connotative level in all those dialogues and all that, ആ ടൈമിൽ ആ മൊമെൻറ്റിൽ ആ ഒരു കോമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ആ ഒരു ഇഫക്റ്റ് കൊടുക്കാനായിട്ട് അത്തരത്തിലുള്ള വെരി നെയിംസിന് വരെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ഷമ എന്നൊരു പേര് കൊടുക്കുന്നത്, എന്നാൽ ഒട്ടും ക്ഷമയില്ലാത്തൊരു കഥാപാത്രം, സ്നേഹ എന്നുള്ളൊരു പേര്, എന്നാൽ ഒട്ടും സ്നേഹമില്ലാത്തൊരു കഥാപാത്രമാണെങ്കിലോ. അപ്പോൾ ഇത്തരത്തിലുള്ള പേരുകളിലൂടെ പോലും കോമഡി സൃഷ്ടിക്കാനായിട്ട് പലപ്പോഴും സാധിക്കാറുണ്ട് എന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. With the characters and the conditions such as it chooses, the result it says is likely to be what it states. This is borne out by its choice of a general and not an individual foible for its object. The very names it gives to its characters, example brainworm, backbite, morose, suggest a section of humanity rather than particular men. അപ്പോൾ ഇവിടെയൊന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാളെ അല്ല വിമർശിക്കുന്നത്, ഒരു സമൂഹത്തെയാണ് വിമർശിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. സോ ഇറ്റ് ഡിസ്കസ് ഓർ ഇറ്റ് ക്രിട്ടിസൈസസ് ജനറൽ ഫോളി ഓർ ജനറൽ ഫോയബിൾ, നോട്ട് അബൌട്ട് എ പെർട്ടിക്കുലർ പേഴ്സൺ. സറ്റയറിൽ അങ്ങനെയല്ല. സറ്റയർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പേഴ്സണെയാണ്, ഒരു സിന്നറിനെ ആണെങ്കിൽ കോമഡി ഇസ് ഡിസ്കസിങ് അബൌട്ട് ദ കോമൺ സിൻ ഓർ ജനറലൈസിങ് എവറിഥിങ്. So they represent more or less universal rather than the individual frailties, individual weakness, not how so and so behaved, but how all men of the same type will behave in the same circumstance. This is all that is said of comedy in poetics. അപ്പോൾ കോമഡിയിൽ പറയുന്ന കാര്യങ്ങൾ, again he is taking comedy into the next realm by saying that comedy speaks about universal truth. അതായത് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ ഈ ഒരു മണ്ടൻ കഥാപാത്രം, ഈ ഒരു കുശുംബിപ്പാറു എന്താവും ചെയ്യുക എന്നുള്ളതിനെ ആ ഒരു കോമഡിയിലൂടെ കാണിച്ചു തരാണ്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ അവിടെ ഏതൊരു കഥാപാത്രമാണെങ്കിലും അങ്ങനെ തന്നെയാവും ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ള ആ ഒരു കുറവിനെ കാണിക്കുകയാണ്. അപ്പോൾ ആ കുറവ് കാണുന്ന സമൂഹത്തിൽ ഒരു മാറ്റം, അല്ലേ? അരിസ്റ്റോട്ടലിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ്? ഇഫ് സച്ച് ആർട്ട് വിച്ച് കുഡ് സെർവ് ദ ഡുവൽ പർപ്പസ് ഓഫ് പ്ലീസിങ് ആസ് വെൽ ആസ് ടീച്ചിങ്, those are the best arts, or those arts are superior than any other arts എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോമഡി നോക്കുമ്പോഴത്തേക്കും കോമഡിയിലൂടെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒത്തിരി ലെസൺസും കൂടെ കോമഡി കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഡിസ്കസ് ദ കോമൺ ജനറൽ ഫോയബിൾസ്, thereby teaching the humanity about what will happen if certain circumstances and certain conditions will occur.
എന്നുള്ളതും കൂടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഭാഗം അവസാനിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ പോയറ്റിക്സിൽ കോമഡിയെക്കുറിച്ച് പറയുന്നുള്ളൂ എന്നും പറയുന്നുണ്ട്. സോ ട്രാജഡി ഡീൽസ് വിത്ത് nobler men, comedy deals with meaner men. In both the cases an imitation is happening, and here he speaks about the origin of tragedy and comedy, as well as he speaks about a comparison between satire and comedy. Satire, gives the satire focuses on the sinner, on the person, particular aspect. Comedy discusses about the sin, a common or a general aspect. And comedy is not malicious or harmful, just like his tutor Plato mentioned in his Republic, whereas it gives universal thought, and it will give lesson, or it will instruct people what will happen if certain condition and certain circumstances will occur and all that. That's all about the comedy. We can discuss the difference between epic and tragedy in the next class. Till then, all of you take care, be safe and be strong. Bye bye.